ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്കി സ്പേസ് ട്രിക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫീൽഡ് വർക്കറിൽ നമുക്ക് ഈച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഈച്ചയുടെ ശാസ്ത്രീയ നാമമാണ് മസ്ക ഡൊമസ്റ്റിക്ക, കിങ്ഡം അനിമേലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ, ഓർഡർ ഡിപ്റ്റൈറ, ഫാമിലി മ്യൂസിഡേ, ജീനസ് മസ്ക, വിഭാഗം സ്കിസോഫോറ. ഈച്ചകൾ പലപ്പോഴും ഉപദ്രവകാരികളും ആരോഗ്യത്തിന് ഹാനികരവുമാണ്. എന്നിരുന്നാലും കന്നുകാലികൾക്കും വളർത്തുന്ന മത്സ്യങ്ങൾക്കും ഭക്ഷണം നൽകാൻ ഈച്ചയുടെ ലാർവകൾ ഉപയോഗപ്രദമാണ്. ഈച്ച ഒരു തരത്തിൽ ഹാനികരമാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗപ്രദവുമാണ്. ഈച്ച കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗാണുക്കൾ പരത്തുന്നത്. മുതിർന്ന ഈച്ചകൾ 0.7 സെൻറ്റിമീറ്റർ നീളത്തിൽ 1.5 സെൻറ്റിമീറ്റർ ചിറകുകളോടെ വളരുന്നു. മാത്രമല്ല, ആണീച്ചകൾക്ക് പെണ്ണീച്ചകളേക്കാൾ ചെറിയ ചിറകുകളാണുള്ളത്. ഒരു കുത്തനെയുള്ള മുൻഭാഗവും ഏതാണ്ട് പരന്ന കോണാകൃതിയിലുള്ള പിൻഭാഗവുമാണ് ഈച്ചയുടെ തലയ്ക്ക്. കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും രോഗാണുക്കൾ പരത്തുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഈച്ചകൾ ഉപകാരപ്രദമാണ് മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കുമൊക്കെ. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത വർണ്ണരാജി കണ്ടുപിടിക്കാൻ കഴിവുള്ള വളരെ സെൻസിറ്റീവായ സംയുക്ത കണ്ണുകളും ഈച്ചകൾക്കുണ്ട്. ഈച്ചകൾ സാധാരണയായി മുട്ടയിടുന്ന സ്ഥലങ്ങൾ നനഞ്ഞ ഇരുണ്ട പ്രതലങ്ങളായ കമ്പോസിറ്റ്, വളം, മറ്റ് അഴുകുന്ന ജൈവവസ്തുക്കൾ ഇവയിലൊക്കെയാണ് ഈച്ചകൾ മുട്ടയിടുന്നത്. കഠിനമായ മഞ്ഞുമൂടിയ കാലാവസ്ഥ, ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ തുടങ്ങിയ ഏത് കാലാവസ്ഥയും ഈ ഈച്ചകൾക്ക് അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഏത് കാലാവസ്ഥയായിരുന്നാലും ഈച്ചയ്ക്ക് അതിജീവിക്കാൻ കഴിയും. അടുത്തത് ഈച്ചയുടെ ജീവിതചക്രം. അപ്പോൾ നമുക്ക് ഈച്ചയുടെ ജീവിതചക്രം ഒന്ന് നോക്കാം. ഈച്ചയുടെ ജീവിതചക്രത്തിൽ മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഘട്ടം. അപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ആദ്യത്തേത് മുട്ടഘട്ടം. ബീജസങ്കലനത്തിനു ശേഷം പ്രായപൂർത്തിയായ പെൺ ഈച്ചകൾ കൂട്ടമായി മുട്ടയിടുന്നു. ഒരു പെൺ ഈച്ചയ്ക്ക് ഒരു ദിവസം 300 മുട്ടകൾ വരെ ഇടാൻ കഴിയും. മുട്ട വിരിയാൻ 8 മുതൽ 20 മണിക്കൂർ വരെ എടുത്തേക്കാം. അപ്പോൾ പെണ്ണീച്ചകൾ കൂട്ടമായിട്ടാണ് മുട്ടയിടുന്നത്. 300 വരെ മുട്ടകൾ ഇടാൻ അവയ്ക്ക് കഴിയും. 8 മുതൽ 20 മണിക്കൂറാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. അതിനുശേഷം അവ ലാർവകളുടെ 3 ഘട്ടത്തിൽ ആദ്യത്തേതിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ലാർവഘട്ടം 3 എണ്ണമുണ്ട്. മുട്ട വിരിയുമ്പോൾ ഉയർന്നു വരുന്ന ലാർവകൾ അറിയപ്പെടുന്നത് മാഗോട്ടുകൾ എന്നാണ്. തുടക്കത്തിൽ ലാർവകൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ദ്രാവകത്തെ ഭക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ ലാർവകൾ ചർമ്മം പൊഴിക്കുന്നതിനു മുൻപ് 5 മില്ലിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ ലാർവകളുടെ നീളം 10 മില്ലിമീറ്റർ വരെയാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ലാർവകളുടെ നീളം 15 മുതൽ 20 മില്ലിമീറ്റർ വരെയാകും. ഓരോ ഘട്ടത്തിലും കടന്നു പോകുമ്പോൾ ലാർവ വലുതാകുകയും പ്യൂപ്പ ഘട്ടത്തിൽ എത്തുകയും ചെയ്യുന്നു. അടുത്തത് പ്യൂപ്പ ഘട്ടം. ഈ ഘട്ടത്തിൽ വെളുത്ത നിറമില്ലാത്ത പുഴുക്കൾ അല്ലെങ്കിൽ ലാർവകൾ വികസിക്കുകയും അവ മുതിർന്ന ഈച്ചകൾ പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. പ്യൂപ്പ ഈ വികസന ഘട്ടത്തിൽ അനുയോജ്യമായ ഒരു സ്ഥലം തേടുന്നു. ഈ ഘട്ടത്തിൽ പ്യൂപ്പ ഭക്ഷണം സ്വീകരിക്കാതെ നിശ്ചലമായി തുടരുന്നു. പ്യൂപ്പയെ ഉൾക്കൊള്ളുന്ന കഠിനമായ ചർമ്മമാണ് പ്യൂപ്പേറിയം. പ്യൂപ്പയെ ഉൾക്കൊള്ളുന്ന കഠിനമായ ചർമ്മമാണ് പ്യൂപ്പേറിയം. ചൂടുള്ള താപനിലയിൽ പ്യൂപ്പ ഒരു മുതിർന്ന ഈച്ചയായി മാറാൻ എടുക്കുന്ന സമയമാണ് 4 മുതൽ 6 ദിവസം വരെ. അപ്പോൾ പ്യൂപ്പ ഒരു മുതിർന്ന ഈച്ചയായി മാറാൻ എടുക്കുന്ന സമയമാണ് 4 മുതൽ 6 ദിവസം വരെ. അടുത്തത് മുതിർന്ന ഈച്ചാഘട്ടം. ഈ ഘട്ടത്തിൽ പ്യൂപ്പേറിയത്തിൽ നിന്ന് പ്യൂപ്പ ഉയർന്നു വന്ന് ഇണചേരാൻ തയ്യാറാകുകയും പ്രായപൂർത്തിയായ ഈച്ചകൾ ലൈംഗികമായി പക്വത പ്രാപിക്കുകയും ചെയ്യുന്നു. ഇണചേരൽ പ്രക്രിയ ആരംഭിക്കുകയും പ്രായപൂർത്തിയായ ഈച്ച ശരീരത്തിലെ ദ്രാവകങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന പ്രോട്ടീനുകളെ ഭക്ഷിക്കുകയും ചെയ്യുന്നു.
നിശ്ചലമായിരിക്കുന്ന പ്യൂപ്പ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രായപൂർത്തി ഘട്ടത്തിൽ ഭക്ഷണം തേടി വിവിധ സ്ഥലങ്ങളിലേക്ക് ഈച്ചകൾ പറക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇണചേരുകയും ഒടുവിൽ മുട്ടയിടുന്നതിന് അനുയോജ്യമായ സ്ഥലം തിരയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ സൈക്കിൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തത് വീട് ഈച്ചകൾ, ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങൾ നോക്കാം. ആദ്യത്തേത് അതിസാരം. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണാറുള്ള അതിസാര രോഗങ്ങൾ അല്ലെങ്കിൽ വയറിളക്കം പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഛർദി, അതിസാര രോഗങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് കുട്ടികളെയാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കുറഞ്ഞു തുടങ്ങുകയും മലിനമായ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതുമൊക്കെ ഈ രോഗത്തിൻ്റെ കാരണങ്ങളാണ്. വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ശരീരത്തിൻ്റെ കുറഞ്ഞ പ്രതിരോധശക്തി, തെറ്റായ ഭക്ഷണ രീതികൾ, തൃപ്തികരമല്ലാത്ത വ്യക്തി പരിസര ശുചിത്വമൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ശരീരത്തിൻ്റെ കുറഞ്ഞ പ്രതിരോധ ശക്തി, തെറ്റായ ഭക്ഷണ രീതികൾ, തൃപ്തികരമല്ലാത്ത വ്യക്തി, പരിസര ശുചിത്വം ഒക്കെ. അതിസാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് വയറിളക്കം, ഛർദി, കുഴിഞ്ഞുതാണ കണ്ണുകൾ, വരണ്ട നാവ്, ദുർബലമായ നാഡിയിടിപ്പ്. ഒന്നും കൂടി: വയറിളക്കം, ഛർദി, കുഴിഞ്ഞുതാണ കണ്ണുകൾ, വരണ്ട നാവ്, ദുർബലമായ നാഡിമിടിപ്പ്. കോളറ, അമീബിയാസിസ്, അതിസാരം, ഡിസെൻട്രി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS ലായനി. അപ്പോൾ ഏതിനൊക്കെയാണ് ORS ലായനി നൽകുന്നത്? കോളറ, അമീബിയാസിസ്, അതിസാരം, ഡിസെൻട്രി. ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്. മലിനജലത്തിലൂടെയും വൃത്തിയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. അടുത്തത് കോളറ. കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. ബ്ലൂ ഡെത്ത്, വിഷൂചിക, റിവെറൈൻ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് കോളറ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കോളറ അറിയപ്പെടുന്നത്? ബ്ലൂ ഡെത്ത്, വിഷൂചിക, റിവെറൈൻ രോഗം. കോളറ പരത്തുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണെന്ന് കണ്ടുപിടിച്ചത് ജോൺ സ്നോ ആണ്. കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് വാൾഡിമർ ഹാഫ്കിനാണ്.